നമസ്കാരം. അങ്ങനെ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അങ്ങനെ കത്തിപ്പടരുകയാണ്. NCTV സോക്കർ മാനിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോടാലി SN വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലാണ്. ഇവിടുത്തെ കുട്ടികൾ വലിയ ആവേശത്തിലാണ്. അർജന്റീന പോർച്ചുഗൽ ഫാൻസുകാരാണ് കൂടുതൽ നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഒരു സ്റ്റേഡിയത്തിനകത്ത് നിൽക്കുന്ന പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും ഒക്കെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ ഈ ലോകകപ്പിന്റെ ആവേശം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സോക്കർ മാനിയ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്കൂളിന്റെ പ്രിൻസിപ്പൽ നമ്മുടെ ഉഷ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഒപ്പം സ്കൂളിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശശി ചേട്ടനുണ്ട്, കായികാധ്യാപകൻ നമ്മോടൊപ്പമുണ്ട്. എല്ലാവരെയും ഈ ഒരു സോക്കർ മാനിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉഷ ടീച്ചർ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കും. To celebrate the true spiritual sportsmanship of our students, I would like to say a few words about our school. 1999 സ്ഥാപിതമായ നമ്മുടെ ഈ വിദ്യാലയം 26 വർഷങ്ങളായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മികച്ച പൗരന്മാരെ സമൂഹത്തിനായി സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1000-ൽ പരം വിദ്യാർത്ഥികൾ അറിവും മൂല്യങ്ങളും സ്വപ്നങ്ങളുമായി ഇവിടെയുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം മികച്ച അക്കാഡമിക് നിലവാരം തന്നെയാണ്. ഇക്കഴിഞ്ഞ അധ്യയന വർഷം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളതാണ് നമ്മളുടെ അക്കാഡമിക് റിസൾട്ട്. ഈ അധ്യയന വർഷം എല്ലാ വിദ്യാർത്ഥികളും 75% ഡിസ്റ്റിങ്ഷന് മീതെ മാർക്ക് എന്നുള്ളതാണ് നാം ലക്ഷ്യമിട്ടിരുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്, നമ്മുടെ ലീസ്റ്റ് സ്കോറർ 71.2%. ഇനി പാഠ്യേതര വിഷയങ്ങളിലും കലാ കായിക സാംസ്കാരിക രംഗത്തും ദേശീയ തലത്തിൽ വരെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നേറുകയാണ്. നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ്, അധ്യാപകർ, അനധ്യാപകർ, PTA, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഏവരും ആണ് ഇതിന്റെ വിജയത്തിന് പിന്നിൽ. ഇന്ന് ഇവിടെ ഈ സോക്കർ മാനിയ പുതുക്കാട് NCTVയുടെ ഈ പ്രോഗ്രാം ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും അത്രയധികം ത്രില്ലോടുകൂടി ഇത് ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്വസ്ഥാക്കണം. Five steps back this side. All Portugal fans this side, and Argentina on my left side. Move back. 5 steps at the back. Go back again. No, not enough. I call you. Anyone from this side? Shoot out. My name is Tredwar Menon. I'm going to say all the names of the Argentinian football players. Okay, one by one. Marquez, Molina, Romero, Senesi, Talapico, McAllister, Paredes, Ferrandis, Alvarez, Gonzalez, Messi. Virginia, Diogo, Montasano, Rico, Fernandez, Núñez, Gonzalez, Fernandez, Francisco Conceição, Bernardo Silva, Pedro Messi, Bruno Mendes, Rafael Leão, and the greatest player of all time, Ronaldo. അടിച്ചോ റെഡി. ബെസ് Next dance. ധൃതി പിടിക്കണ്ട, നോക്കിയിട്ടെടുത്താൽ മതി.
root ചെയ്ത്. Second position. Relax, get. So many differences in each of us. Trust your gut. എന്താടാ എസ് വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അർജന്റീനയുടെ ആരാധകരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന ജേഴ്സിയിലാണ് കൂടുതൽ പേരെയും കാണുന്നത്. അപ്പോ എല്ലാ മത്സരങ്ങളും കാണാറുണ്ടോ? കാണാറില്ല. അർജന്റീനയുടെ ഫാനാണോ? അർജന്റീന ഇത്തവണ തൂക്കോ? ആ, ആരായിരിക്കും ഫൈനലില്? അർജന്റീനയുടെ ഒപ്പം ആരായിരിക്കും ഫൈനലില്? മൊറോക്കോ ഈജിപ്തോ? മൊറോക്കോ ഈജിപ്ത് ഒക്കെ ഔട്ടായില്ലേ? ഫൈനലിൽ ആര് വരാനാണ് ഇഷ്ടം അർജന്റീനക്ക് എതിരെ? ഫ്രാൻസ്. ആ, ഫ്രാൻസ് വരും. എന്നിട്ട് അർജന്റീന ജയിക്കൂ? റിവെഞ്ചായിരിക്കും 2022 പകരം വീട്ടാനായിട്ട്. പക്ഷെ അർജന്റീന ജേഴ്സി ഇട്ടിട്ട് ഫ്രാൻസ് ജയിക്കുന്നു പറയുന്നത് കളി നോക്കുമ്പോൾ എങ്ങനെയാണ്? അർജന്റീന ജസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഈജിപ്തിന്റെ കൂടെ അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അർജന്റീന ജയിക്കും ഉറപ്പാണോ? മെസ്സിയുടെ ഫാനാണ്. മെസ്സി ഇപ്പൊ 8 ഗോളായി. ഇനി അടിക്കും ഗോൾ. ഇനി അടിക്കും. വേൾഡ് കപ്പ് മെസ്സി തൂക്കും. ബ്രസീൽ എന്തുകൊണ്ട് പുറത്തായി? ബ്രസീലിന്റെ ജേഴ്സി ആണല്ലോ. ഓ, ആര് ജയിക്കും? അർജന്റീന ജയിക്കും. ആര് ജയിക്കണത് ഇഷ്ടം? അർജന്റീന ജയിക്കണം. ഓക്കെ, ഇവിടെ കുറെ അർജന്റീന ആരാധകർ പെൺകുട്ടികളുണ്ട്. അർജന്റീനയുടെ കളികൾ ഇഷ്ടമാണോ? ആരാ ഇഷ്ടപ്പെട്ടത്? ആരാണ്? മെസ്സി. മെസ്സി അല്ലാതെ വേറെ ആരാണ്? അല്ലേ? അർജന്റീന ഇത്തവണ കപ്പെടുക്കും? എടുക്കില്ല. ശരി, ആരെ തോൽപ്പിച്ചിട്ടായിരിക്കും ഫൈനലില് കപ്പെടുക്കുക? ഫ്രാൻസിനെ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2022 ആവർത്തിക്കും എന്നാണ് നിങ്ങൾ പറയണേ? ഞാൻ പറയുന്നില്ലെന്ന്. എന്നാ ശരി, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കുറെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ടല്ലോ. CR7 ഫാൻസ് ആണ് അല്ലേ? എന്താണ് പറ്റിയത് CR7? ടീം സെറ്റ് ആയില്ല. അപ്പൊ ഇപ്പൊ പോർച്ചുഗൽ പുറത്തായി. ഇനി ഈ കപ്പ് ഇത് ആര് കപ്പെടുക്കണം ആഗ്രഹം? മെസ്സി കപ്പെടുക്കരുത്. മെസ്സി കപ്പെടുക്കുന്ന കുഴപ്പം. കളിച്ചിട്ടല്ലേ? എന്താ പിന്നെ ആരെടുക്കണം? ഫ്രാൻസ് എടുത്തോട്ടെ. എംബാപ്പെ എടുക്കട്ടെ. 2022 പകരം വിട്ടിട്ട് അല്ലേ? ഓക്കെ, അപ്പോ റൊണാൾഡോ ഫാൻസ് പറയുന്നത് മെസ്സി കപ്പ് എടുക്കരുത് എന്നാണ് പറയണേ. എടുക്കുന്നാണ് പറയണേ. അപ്പൊ റൊണാൾഡോ ഫാൻസ് പറയ് എന്താണ് നിങ്ങൾക്ക് എന്താ പറയാ? മെസ്സി കപ്പ് എടുക്കില്ല. എന്തുകൊണ്ട്? ഫ്രീ പൈസ കൊടുത്തില്ല. കളിച്ചിട്ടല്ല. ആരാണ് കപ്പെടുക്കാൻ പോകുന്നത്? ഫ്രാൻസ്. മെസ്സി അല്ലേ? ആണോ? അർജന്റീന ഫാൻസ് മെസ്സി പൈസ കൊടുത്തിട്ടാണ് കപ്പെടുക്കണത് പറയണേ. ഏത് ടീമിന്റെ ആരാധനാണ്? ഞാൻ പോർച്ചുഗൽ പോയി. റൊണാൾഡോ മാത്രം സപ്പോർട്ട് ചെയ്തോളൂ. റൊണാൾഡോ പോയി. ഇനി പോർച്ചുഗൽ, ഇനി ഫ്രാൻസ്. പോർച്ചുഗൽ പോയപ്പോ ഫ്രാൻസായി. റൊണാൾഡോ ഇപ്പൊ ഫ്രാൻസായി. അപ്പൊ ഈ അർജന്റീന എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല? ഏറ്റവും നല്ല കളി കളിച്ചു പൈസ കൊടുത്തിട്ടാ കളിക്കുന്നത്. അങ്ങനെയൊന്നും പറയരുത്. ഈജിപ്തിനൊപ്പം കളിച്ച കളിയില് അവര് പൈസ കൊടുത്തു. നിങ്ങൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കരുത്. അത് ശരി, കളി കണ്ടതാണ്. കളി കണ്ടു. അതിലേത് എന്താണ് അവിടെ സംഭവിച്ചത്? ശരി, നമുക്ക് ഫിഫയ്ക്ക് പരാതി കൊടുക്കണം എന്തായാലും അല്ലേ? അസൽ വിദ്യാമന്ത്രിയിൽ നിന്ന് നമുക്ക് ഫിഫയ്ക്ക് ഒരു പരാതി കൊടുക്കണം. അത് തീർച്ചയായിട്ടും.
വരുന്നുണ്ട്. I'm okay, living life. ഓ Wait, no, sleeping in on Sundays. I'm glad that you asked me. ഈസി ഗോ Lost need purpose to overcome, but try to do what you love when it's said and done. 'Cause there's so many show you what you want. Living life every day. എത്രയോ റൊണാൾഡോ റൊണാൾഡോ All I want, and I pray. All I need are some better days. പോയി പോയി ഒരു അത്യാവശ്യം ഒരു ആവേശം ക്രൗഡ് കിട്ടിയില്ലേ ഓക്കെ 2026 ലോകകപ്പ് എത്രാമത്തെ ലോകകപ്പാണ്? ആര് പറയരുതെന്ന് പറഞ്ഞു? കൈപൊക്കിയ ഞാൻ ചോദിക്കും. 23-ാമത്തെ. കറക്റ്റ് ഉത്തരാണ്. പേരെന്തായിരുന്നു? സമൃദ്ധി പറഞ്ഞ ഉത്തരാണ് ശരി. 23-ാമത്തെ ലോകകപ്പാണ്. ഓക്കെ, സമൃദ്ധിക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. പേര് ലാസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ആരാധകർക്ക് വേണ്ടിയുള്ള ചോദ്യം കേട്ടോ. ആരുത്തരം വിളിച്ച് പറയേണ്ട, കൈപൊക്കിയ മാത്രം മതി. ഞാൻ ചോദിക്കുന്നവർ മാത്രം ഉത്തരം പറയാം. അർജന്റീന ആരാധകർ മാത്രം ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. അവര് മാത്രം അവർക്കുള്ള ചോദ്യമാണ്. ഓക്കെ, അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി ആളുടെ 6ാമത്തെ ലോകകപ്പാണിത്. 6ാമത്തെ ലോകകപ്പാണിത്. ഇതുവരെ കഴിഞ്ഞ പ്രീ ക്വാർട്ടർ മത്സരം കൂടി കഴിയുമ്പോ മെസ്സി ഇതുവരെ കളിച്ച ലോകകപ്പ് മത്സരങ്ങളുടെ എണ്ണം എത്ര? പറയണ്ട. ഇതുവരെ 6 ലോകകപ്പിലായി മെസ്സി കളിച്ച എണ്ണം അറിയുന്ന ആരെയിലുണ്ടോ? കൈപൊക്കോ. 6 ലോകകപ്പിലും കൂടി കളിച്ച മത്സരങ്ങളുടെ എണ്ണം 31 മത്സരങ്ങളാണ്. അവസാനം കളിച്ച കളി കൂടി കൂട്ടുമ്പോൾ വേൾഡ് കപ്പിൽ 6 വേൾഡ് കപ്പിലായിട്ട് ഇതുവരെ കളിച്ച മത്സരങ്ങളുടെ എണ്ണം 31. ഓക്കെ, അടുത്ത മത്സരം നമ്മുടെ സ്വിറ്റ്സർലാൻഡായിട്ട് നടക്കാൻ പോകുന്നത് 32ാമത്തെ മത്സരമാണ്. ഓക്കെ, അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ലോകകപ്പിലെ ആദ്യത്തെ ലോകകപ്പ് നടന്ന വർഷം? ആദ്യത്തെ ലോകകപ്പ് നടന്ന വർഷം 1930. 1930 ഇതാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, പേര് പറയുന്നുണ്ടോ? ആ സമ്മാനം നോക്കി വെക്കണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2026 ലോകകപ്പില് ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ എത്ര ഗോളുകൾ നേടി? ശരി, ഒരു ഉത്തരം. ആരാണ് സമ്മാനം? ഒന്നാണ് ശരിയാണ് ഉത്തരം. ശരി ഉത്തരമാണ്. എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മത്സരം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കോടാലി SN വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ സോക്കർ മാനിയയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. വലിയ ആവേശം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു നമുക്ക് ഈ SN സ്കൂളിൽ നമുക്ക് ലഭിച്ചത്. ഇവിടുത്തെ കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ വലിയ ആവേശത്തോടെയാണ് നമ്മളെ സ്വീകരിച്ചതും മത്സരങ്ങളിൽ പങ്കെടുത്തതും ഫുട്ബോളിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചതും ഒക്കെ. ഏതായാലും എല്ലാ കുട്ടികളും അവരുടെ ഇന്നത്തെ ഒരു ജേഴ്സി ഡേ ആയിരുന്നു. എല്ലാവരും അവരുടെ ഫാൻ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് ഇവിടെ എത്തിയത്. വലിയ ആവേശം നിറഞ്ഞ മത്സരങ്ങളായിരുന്നു. ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ ഷൂട്ടൌട്ടിലും ഫുട്ബോൾ ക്യൂസിലും സമ്മാനാർഹരായവർക്കുള്ള സമ്മാനം കൊടുക്കുന്ന നിമിഷങ്ങളാണിത്. ഈ മത്സരത്തിന്റെ ഉടനീളം നമുക്ക് വളരെ സപ്പോർട്ടായിട്ടുള്ള സ്കൂളിലെ കായികാധ്യാപകൻ ബാബു സാറിന് നന്ദി പറയുകയാണ്. ബാബു സാറും ഒപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഉഷ മേഡം കൂടിയിട്ടാണ് സമ്മാനം നൽകുന്നത്. സമ്മാനാർഹരായ കുട്ടികളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കൈയടിക്ക്. അടുത്താളെ And I pray, all I need are some better days.
all I want, and I pray for better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't make things anymore, I'm not really sure how to save me. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me, I just feel weight. 48 രാജ്യങ്ങളിൽ തുടങ്ങിയ ലോകകപ്പിന്റെ പോരാട്ടം ഇപ്പോൾ 8 ടീമുകളായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി 8-4 ആകും, 4-2 ആകും. അവസാനം ഒരാൾ ലോകകപ്പിന്റെ കിരീടം ചൂടും. ഏതായാലും ലോക കിരീടം ആര് ചൂടിയാലും ഫുട്ബോൾ വിജയിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. You're only young once,